സ്വാമികൾക്ക് ശേഷം പറഞ്ഞ വ്യക്തിത്വമാണ് ഗുരു നാഗ സൈരന്ദ്രി ദേവി. ആരാണിത് എഴുതിയത്? വാട്ട് കോക്കനട്ട്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിവേക സ്വാമികൾക്ക് ശേഷം പറഞ്ഞ വ്യക്തിത്വമാണ് ഗുരുനാഗ സൈരന്ദ്രി ദേവി. തമ്പുരു മോളെ ഇതും കൂടെ ഇതിനകത്തിൽ ആഡ് ചെയ്തേക്കൂ. നല്ല വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പണ്ടേ പറഞ്ഞു വെച്ചതാണ്. എൻ്റെ ജീവിതാനുഭവത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ. കാരണം എൻ്റെ കഴിവുകേടുകളെയോ ഞാനിവിടെ പറഞ്ഞു വെച്ചപ്പോൾ എന്നെ ഭ്രാന്തി എന്ന് പറയുന്ന ആളുകളെ ഞാൻ തിരിച്ചതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങളാണ് ഭ്രാന്തര്. കേരളത്തിലെ മുഴുവൻ ആളുകളും ഭ്രാന്തരാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അത് ആളുകൾക്ക് ബോധ്യപ്പെട്ടെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ വേണം, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതും കൂടെ കുട്ടി എടുക്കണം കേട്ടോ. എല്ലാവരും ഈ ആത്മീയപരമായിട്ട് ബന്ധപ്പെടുന്നവർ മുഴുവൻ കേരളത്തെക്കുറിച്ച് ഇതേ പറയാൻ പറ്റുള്ളൂ. ആത്മീയപരമായിട്ട് സ്വന്തം അസ്തിത്വ ബോധം തിരിച്ചറിഞ്ഞ വ്യക്തികൾക്ക് കേരളം എന്ന ആ ചെറിയ കുഗ്രാമത്തെക്കുറിച്ച് ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ സ്വന്തം ജീവിതം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ആ പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എവിടെയാണ്, ഏത് ദേശത്താണ് നമ്മൾ പിന്നെ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മ വരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കുക. എന്നെപ്പോലെ അറിവും കഴിവും വ്യക്തിത്വം ഒക്കെ ഉള്ള ഒരാളിനെ ഭ്രാന്തെന്ന് പറഞ്ഞ് ചുമത്തിപ്പെട്ട് മാറ്റി നിർത്തിയ മനുഷ്യ സമൂഹം തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഒരിടമാണ് കുഗ്രാമമായ കേരളം. അവിടെ വിദ്യാഭ്യാസം ഉള്ളവരില്ല, വിവേകമുള്ളവരില്ല. ഞാൻ